ഞായറാഴ്ചയൊക്കെ അല്ലേ ഇച്ചിരി ബീഫ് മേടിച്ചേക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാം, കിളികളൊക്കെ കരയുന്ന കേൾക്കാം. ചെടി ശിവാനിയുടെയും നിവിയുടെയും കേട്ടോ. ഇഷ്ടംപോലെ പൂക്കായിട്ട് നിൽപ്പുണ്ട്. ഉണക്കായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നതുകൊണ്ടാ. അപ്പം നേരെ വണ്ടി എടുത്തിട്ട് പോകുമെന്ന് വിചാരിച്ച്. പനി അടിച്ചിരിക്കുകയെന്നേ, തൊണ്ടവേദനയുണ്ട്, ശബ്ദം ആ പടക്കുളവാ. ഞാൻ ആദ്യം ബീഫ് മേടിക്കാൻ കടവിലാണ് പോയത്. ഞങ്ങളവിടെ ഒരു കടവുണ്ട്. അവിടെ ചെന്നപ്പം ബീഫ് തീർന്നു. പിന്നെ ഞാൻ സ്ഥിരം ചിക്കൻ മേടിക്കുന്ന കടയിൽ വന്ന് അവിടെ വന്നപ്പം അടുത്ത ബീഫ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് ഞാൻ പിന്നെ പോർക്ക് മേടിച്ച്. ഇത് മള്ളിയൂർ അമ്പലം കേട്ടോ. ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ്. ഇപ്പം ഞായറാഴ്ചയാണ്, നല്ല തിരക്കുണ്ട്. ചുമ്മാ അത്രയും തിരക്കും വണ്ടിയൊക്കെ കണ്ടുകൊണ്ട് എടുത്താൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഈ അമ്പലം. ഞങ്ങളുടെ വീട് ഇതിന് ഏകദേശം അടുത്താണ്, കുറച്ച് പോയാൽ മതി വീട്ടിലേക്ക്. ശബരിമല സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടുക്കത്തില്ല, ഭയങ്കര തിരക്കാണ്. ഇവിടെ വരാതെ പോവുകയല്ല. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വൈഫ് പോർക്ക് നല്ലോണം കഴുകിയെടുക്കുക. 2 തവണ കഴിയായിരുന്നു കേട്ടോ. നമ്മുടെ കണ്ടനാണേ ഇപ്പോൾ ഇവിടുന്ന് പോവുകയല്ല. താഴത്തെ വീട്ടിലെ പൂച്ചയാണ്. ഞാൻ ഡയറ്റ് തുടങ്ങിയപ്പോൾ വന്നാ. അപ്പോൾ ശിവാനി ഞാനും കൂടെ കറിവേപ്പില പറിക്കാനായിട്ട് താഴെ പറമ്പിലോട്ട് ഇറങ്ങുക. പറമ്പെല്ലാം മൊത്തം ഉണങ്ങി. ഇത് ഞങ്ങളുടെ ഒരു മീൻകുളമായിരുന്നു. അതിനകത്ത് കാരി കിടപ്പുണ്ട്. വെള്ളം നല്ല രീതിയിൽ പറ്റാറായി. ശിവാനിക്ക് ചെറിയ ചെരുപ്പ് മതി കേട്ടോ. എൻ്റെ ചെരുപ്പാ. കറിവേപ്പിലയൊക്കെ പറിച്ച് കുളത്തിൽ അത്യാവശ്യം വെള്ളം ഒഴിക്കണം, അല്ലെ മീനെല്ലാം ചത്തുപോകും. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുക. അപ്പം വൈഫ് പോർക്കിന് വേണ്ട സാധനം എല്ലാം റെഡിയാക്കി പൊടികളെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. വൈഫിന് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഓരോ കളർ മേടിക്കും. ഇവിടെ അധികം അങ്ങനെ കിട്ടാനില്ല. അപ്പം എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, എങ്കിലും നല്ല അടിപൊളിയാവുള്ളൂ. ശിവാനി ഇവിടെ പറമ്പിൽ തന്നെ നിൽക്കുക. ഇവിടെ ഭയങ്കര പരിപാടിയാണ്. കുളത്തിൽ ഞാൻ ട്യൂബ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നത്. കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുക. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആൾ കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന. ഇപ്പം കണ്ടു വന്നതല്ലേ ആ മീനെല്ലാം ചത്തുപോയതിന്. ഞാൻ കുറച്ച് പോസിങ് ഒക്കെ നടത്തി. നമ്മൾ പോസിങ് വിട്ടുള്ള പരിപാടിയൊന്നുമില്ല. മോസ്റ്റ് മസ്കുലർ പിടിച്ചു, സൈഡ് ചെസ്റ്റ് പിടിച്ചു. ഇപ്പം തിരിച്ചടുക്കള വന്നപ്പോഴത്തേക്ക് അവളുടെ കടുക് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കടുകിലേക്ക് കറിവേപ്പിലയും പത്തലമുളക് ഇട്ട് അത് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മുടെ പോർക്കതിലേക്ക് ഇട്ടാൽ മതി. പോർക്കതിലേക്ക് ഇട്ട് മൊത്തത്തിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ പോർക്ക് കറി സെറ്റാവും. തൊണ്ട ശരിയായിരുന്നു, പനി കാരണം. പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. പാലപ്പം ഉണ്ട്. ഈ പാലപ്പേ ഇത് റവ കൊണ്ട് ഉണ്ടാക്കിയ, റവ വെച്ച് ഉണ്ടാക്കിയ പാലപ്പ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നിവിയോട് ചോദിച്ചാൽ മതി. ചാറൊക്കെ മുക്കിയെടുത്ത് അടിപൊളി കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് പാലപ്പവും റവ പാലപ്പവും പോർക്ക് കറി. അപ്പം മൊത്തം കഴിച്ചേക്കാം. അടിപൊളി.